മാറ്റത്തിന്റെ കാറ്റ് വീശി. നിലവിലുള്ള ഭരണത്തെ തൂത്തെറിഞ്ഞു ജനങ്ങൾ. 102 സീറ്റിന്റെ കരുത്തോടുകൂടി കോൺഗ്രസ് നയിക്കുന്ന UDF-നെ അധികാരത്തിലെത്തിച്ചു. മാറ്റമുണ്ടായിരുന്നു. ഒന്നുമില്ലെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നു, ചോദ്യങ്ങൾ കേൾക്കുന്നു, ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു എന്നൊക്കെയുള്ള ഒരു ധാരണയും അതിൻ്റെ 100 ഇരട്ടി വലിപ്പത്തിൽ സോഷ്യൽ മീഡിയ PR ക്യാമ്പയിനുകളും റീലുകളും ഇറങ്ങി. ആയിക്കോട്ടെ. കെ സുരേന്ദ്രൻ, അതായത് BJP-യുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ഹെലികോപ്റ്റർ യാത്രയും വിരുന്നും അല്ല വിവാദമാക്കേണ്ടത്, യഥാർത്ഥ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു. വളരെ ഫെയർ ആണ്. പരമ പരാജയമാണ്, ദയനീയ പരാജയമാണ് ദുരിതാശ്വാസ പ്രവർത്തനം എന്നാണ് ശ്രീ കെ സുരേന്ദ്രൻ പറയുന്നത്. പക്ഷെ ചോദ്യം അതല്ല. ഈ വിജയന്റെ വഴിയിലേക്ക് VD സതീശനെ കൊണ്ടെത്തിച്ചോ? ഒപ്പം ശ്രീ CP ജോണിന് എന്തുപറ്റി എന്നുകൂടി റൈറ്റ് സൈഡ് പരിശോധിക്കുന്നു. CP ജോണിനെ നമുക്കൊക്കെ വർഷങ്ങളായി പരിചയമുള്ള മാന്യനായ ഒരു രാഷ്ട്രീയ നേതാവായിട്ടാണ് കണ്ടിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് വിജയം ഒരിക്കലും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടില്ല എന്നുള്ളത് ഒരു വശത്ത് കിടക്കുമ്പോൾ തന്നെ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൽ നിൽക്കുന്ന പല നേതാക്കളെക്കാളും ഉന്നത സ്ഥാനങ്ങളിലെത്താൻ യോഗ്യതയുണ്ടായിരുന്ന, നല്ല പ്രത്യയശാസ്ത്ര അടിത്തറയുള്ള, നല്ല വിവരവും വിദ്യാഭ്യാസവുമുള്ള ഒരു രാഷ്ട്രീയ നേതാവായിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം മന്ത്രിയായപ്പോൾ സമനില തെറ്റിയോ? കഴിഞ്ഞ ദിവസം കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം, സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ അയക്കുന്ന അമ്മമാർ സൗജന്യ ബസ് യാത്രയ്ക്കായി ഇടിച്ചു കയറുന്നു, സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കാതെ ജനറൽ ഹോസ്പിറ്റലിൻ്റെയും സർക്കാർ ആശുപത്രിയുടെയും വരാന്തയിൽ തിങ്ങിക്കൂടുന്നു എന്നാണ്. എന്താണ് ശ്രീ CP ജോൺ ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമാക്കിയേ പറ്റുകയുള്ളൂ. നിങ്ങൾ ഈ സൗജന്യ യാത്രാ പദ്ധതി കൊണ്ടുവന്നപ്പോൾ അവിടെ നിങ്ങൾ വരുമാന പരിധി നിശ്ചയിച്ചിരുന്നോ? ഒരു ക്ലാസ് വ്യത്യാസം തീരുമാനിച്ചിരുന്നോ? സ്വകാര്യ സ്കൂളിൽ കുട്ടികളെ അയക്കുന്ന സ്ത്രീകൾ സൗജന്യ യാത്ര ആവശ്യപ്പെടരുത്, അല്ലെങ്കിൽ അത് തേടരുത് എന്ന് പറഞ്ഞിരുന്നോ? നിങ്ങൾ വരുമാന പരിധി കാണിക്കുന്ന എന്തെങ്കിലും കാർഡ് ഏർപ്പെടുത്തിയിരുന്നോ? എല്ലാ സ്ത്രീകൾക്കും എന്നല്ലേ പറഞ്ഞത്? സൗകര്യമുള്ള സ്ത്രീകൾ കയറുന്നു, സൗകര്യമില്ലാത്തവർ കയറുന്നില്ല. ഇത് മന്ത്രിയുടെയോ ഏതെങ്കിലും പാർട്ടിയുടെയോ ഏതെങ്കിലും നേതാവിൻ്റെയോ വീട്ടിൽ നിന്നോ തറവാട്ടിൽ നിന്നോ കൊണ്ടുകൊടുത്ത ഒരു സൗജന്യമാണോ? അതോ ഞങ്ങളുടെ അടക്കം നികുതിപ്പണം കൊണ്ട് നടപ്പാക്കിയ ഒരു പദ്ധതിയാണോ? ഇതിന്റെ പേരിൽ കൂടിയല്ലേ നിങ്ങൾ വോട്ട് തേടിയത്? നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിഞ്ഞു ശ്രീ CP ജോൺ, ഇത്രയും മാന്യനെന്ന് നാട്ടുകാരെല്ലാവരും പറയുന്ന, രാഷ്ട്രീയ എതിരാളികൾ പോലും അംഗീകരിക്കുന്ന CP ജോണിന് മന്ത്രിയായപ്പോൾ സമനില തെറ്റിയതാണോ? ഒപ്പം ശ്രീ VD സതീഷിനോടൊരു കാര്യം, ശരിയാണ്, അങ്ങ് തന്നെ പറയുന്നുണ്ട്, പണ്ടത്തെ പോലെയല്ല, ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ട്, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നുണ്ടെന്ന്. പക്ഷെ അസഹിഷ്ണുത എന്തിനാണ് ശ്രീ VD സതീശൻ? ശരിയാണ്, താങ്കളുടെ വിഭവസമൃദ്ധമായ ആ ഭക്ഷണത്തെക്കുറിച്ച് ചോദ്യം ഉയർന്നു. സ്വാഭാവികമാണ്. കാരണം ഒരു നാട് മുഴുവൻ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. ഒരു നാട്ടിലുള്ളവർ മുഴുവൻ ഇന്ന് രാത്രി വെള്ളം കയറുമോ, നാളെ രാവിലെ വെള്ളം കയറുമോ, എന്തൊക്കെ നഷ്ടപ്പെടും? ക്യാമ്പുകളിൽ കഴിയുന്നവർ ആയിരക്കണക്കിനുണ്ട്. അവരുടെ മുന്നിൽ ഇങ്ങനെ മൃഷ്ടാനമായ ഒരു വലിയ സദ്യയുടെ ചിത്രം എത്തുമ്പോൾ സ്വാഭാവികമായി ഉയരാവുന്ന ഒരു വിമർശനം അല്ലെങ്കിൽ ചോദ്യമായിരുന്നു അത്. അങ്ങ് ഭക്ഷണം കഴിക്കേണ്ടെന്ന് ആരും പറഞ്ഞില്ല. അങ്ങയുടെ പ്രതികരണം ഇതായിരുന്നു. അപ്പോൾ ഞാനത് അറിഞ്ഞില്ല. പരമപുച്ഛത്തോടു കൂടി അദ്ദേഹം ചോദിക്കുകയാണ്, അപ്പോൾ വെള്ളപ്പൊക്കം വന്നാൽ ഭക്ഷണം കഴിക്കാൻ പാടില്ലേ? അങ്ങനെയൊരു സമ്പ്രദായമുണ്ടോ? അങ്ങനെയൊക്കെ ചോദിക്കുന്നത് ആ ധാർഷ്ട്യം മറനീക്കി പുറത്തു വരുന്നതിൻ്റെ ലക്ഷണങ്ങളാണോ കാണുന്നത്? ആദ്യം ഐസൻ ജോസിലേക്ക്.